സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പുണ്യദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഇന്നേ ദിവസം തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 32 മുതൽ 38 വരെ തിരുവചനങ്ങളാണ്. ഇതിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളതെന്നും, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവരോട് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളതെന്നും, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളതും എന്ന ചോദ്യങ്ങളാണ്. പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്നും ദൈവം കൂട്ടിച്ചേർക്കുന്നു. നാം സ്വർഗീയ പിതാവിന്റെ പുത്രീപുത്രന്മാരായിരിക്കേണ്ടതിന് ഒരു കുറുക്കു വഴിയും ഇതിലൂടെ നിർദ്ദേശിക്കുന്നു. അതായത് നമ്മെ സ്നേഹിക്കാത്തവരെ സ്നേഹിച്ചുകൊണ്ടും നമുക്ക് തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്തുകൊണ്ടും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുത്തുകൊണ്ടുമാണ് ഇത് സാധ്യമാകുന്നത്. സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നാമും കരുണയുള്ളവരായിരിക്കണമെന്നും ഇതിലൂടെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം, അതായത് അർഹിക്കാത്തത് ലഭിക്കുന്നതാണല്ലോ ദൈവത്തിന്റെ കരുണ. ദൈവത്തിന്റെ കരുണ ഒന്നു മാത്രമാണല്ലോ നമ്മെ ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അവസാനമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിധിക്കരുത്, എങ്കിൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. നിങ്ങൾ കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ലെന്നും. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നല്ല അളവിൽ ദാനധർമ്മം ചെയ്താൽ നിറച്ചളഞ്ഞ് നിങ്ങളുടെ മടിയിലും സ്വർഗീയ പിതാവ് ഇട്ടുതരും. അങ്ങനെ നല്ലൊരു പ്രതിഫല വാഗ്ദാനവും കൂടിയാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ നാം കാണുന്നത്. നമുക്കെല്ലാവർക്കും തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും അതിനടിസ്ഥാനപ്പെട്ട് ജീവിച്ചുകൊണ്ടും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ ഉള്ള നല്ല മനസ്സ് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നല്ല ദിനം നേരുന്നു. ആമേൻ.